നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി നൽകുന്ന ഇംഗ്ലീഷ് കോഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പാർട്സ് ഓഫ് സ്പീച്ച് ആയിരുന്നു നമ്മൾ തുടങ്ങി വെച്ചത്. അതിലെ രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള പ്രോനൗണാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു വലിയ ഏരിയ തന്നെ ഉള്ള ഭാഗമാണ്, പക്ഷേ തുടങ്ങി പഠിക്കുന്ന, അതായത് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള നിങ്ങൾക്ക് അതിൻ്റെ ഡീപ്പായിട്ടുള്ള പഠനം ഇപ്പോൾ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും അടിസ്ഥാനപരമായി മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ ടാസ്ക് ഉണ്ടായിരിക്കുന്നതല്ല, മറിച്ച് നിങ്ങൾക്ക് എഴുതി വെക്കാൻ ഒരുപാടുണ്ട്, പഠിക്കാനും ഒരുപാടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഓരോന്നും വിശദമായിട്ട് പഠിക്കുക, അതും ബൈഹാർട്ടാക്കുക, അതായത് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്നത്തെ ഡ്യൂട്ടി. കുറച്ചധികം തന്നെ പഠിക്കാനുണ്ടായിരിക്കും, കാരണം ഒരുപാട് പദങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ കാറ്റഗറിയൊക്കെ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ നേരത്തെ നൗണ് പറഞ്ഞു. നൗണ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെയോ സ്ഥലത്തിൻ്റെയോ ഒരു ആശയത്തിൻ്റെയൊക്കെ പേരിനാണ് നൗൺ അഥവാ നാമം എന്ന് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി പ്രോനൗണിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്താണ് പ്രോനൗൺ? പ്രോനൗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം സർവനാമം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ മലയാളത്തിലായാലും ഏത് ഭാഷയിലായാലും സംസാരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടും ആ സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേരോ ആയിരിക്കില്ല തുടർന്ന് പറയുക. ഒരു ജോർജ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് എന്ന് കരുതാം. പിന്നീട് നമ്മൾ ജോർജ് എന്നിങ്ങനെ പറയൂല. ജോർജ് അങ്ങോട്ട് പോയി, ജോർജ് ഇങ്ങോട്ട് പോയി, ജോർജ് വന്നു, ജോർജ് ചായ കുടിച്ചു എന്ന് നമ്മളിങ്ങനെ ജോർജ് എന്ന് ആവർത്തിച്ച് പറയൂല, മറിച്ച് അവൻ എന്നാണ് പറയുക, അല്ലേ? അതുപോലെ ഒരു പെൺകുട്ടിയുടെ പേരാണ് ലിസി, പിന്നെ അവൾ എന്നാണ് പിന്നീട് നമ്മൾ അവളെക്കുറിച്ച് പറയുമ്പോൾ പറയാം. ഇങ്ങനെ ഒരു നാമത്തിന് പകരമായിട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന നാമത്തെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അത് വ്യക്തിയാവാം, വസ്തുക്കളാകാം, ആശയങ്ങളാവാം, സ്ഥലങ്ങളൊക്കെ ആവാം. അപ്പോൾ ഒരു നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പദത്തിനെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഞാനിപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞത്. ഈ പ്രോനൗണിനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ഗ്രാമറിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് അതിൻ്റെ പേഴ്സൺ എന്ന് പറയുന്ന സംഭവം. പേഴ്സൺ, അതായത് പ്രോനൗണുകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഇതെന്തിനാണെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ച് തല പുകയ്ക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവുക എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ഏതാണ്? അതിൽ തന്നെ സിംഗുലർ ഉണ്ടാകും, പ്ലൂറൽ ഉണ്ടാകും. സിംഗുലർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒറ്റയായ പേരുകൾ ഒക്കെയാണ് സിംഗുലർ എന്ന് പറഞ്ഞാൽ. ഒന്നിലധികം ഉള്ളതിന് പ്ലൂരൽ എന്ന് പറയും. അപ്പോൾ സിംഗുലർ പ്രോനൗൺ ഉണ്ട്, പ്ലൂറൽ പ്രോനൗൺ ഉണ്ട്. അതിൽ ഫസ്റ്റ് പേഴ്സണായിട്ട് ഒന്നാമത്തെ വ്യക്തി എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ് ഐ, അതുപോലെ മീ. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, അതുപോലെ മീ എന്ന് പറഞ്ഞാലും ഞാൻ തന്നെയാണ് പറയുക. അതിൻ്റെ പ്ലൂറലായിട്ട് വരുന്നത് വി, ഞങ്ങൾ. മീ എന്ന് പറയുമ്പോൾ ഞങ്ങൾ, എന്നെ എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ പ്ലൂറലാവുമ്പോൾ ഞങ്ങൾ, വി. അപ്പോൾ ഐ, വി എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഫസ്റ്റ് പേഴ്സണിൽ വരുന്നത് എന്നർത്ഥം. അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ എന്നാണ് അർത്ഥം. അസ്, ഞങ്ങളെ, ഇതൊക്കെ അർത്ഥം എഴുതി വെക്കണം കേട്ടോ. ഫസ്റ്റ് പേഴ്സൺ ഐ, വി ആണെന്ന് മനസ്സിലായി. ഇനി സെക്കൻഡ് പേഴ്സണോ? സെക്കൻഡ് പേഴ്സൺ കാറ്റഗറിയിൽ വരുന്നത് യു എന്ന് മാത്രമാണ്. യു, നീ, നിങ്ങൾ, രണ്ടർത്ഥമാണ്. അതിൻ്റെ യുവർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നുള്ള അർത്ഥം വരും. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ യു ആണ്. ഞാൻ പറയുന്നതും ഇവിടെ എഴുതിയിട്ടുള്ളതും നല്ലപോലെ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നതാണ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ പ്ലൂറൽ പ്രോനൗൺ പറയുമ്പോൾ അതും കൂടെ വ്യക്തമായിട്ട് പറയുന്നു മാത്രം. ഇനി തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്. അവൻ, അവൾ, ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്, ഇത് എന്നൊക്കെ അർത്ഥമുണ്ട്. പിന്നെ ഹിം എന്ന് പറഞ്ഞാൽ അവനെ, ഹി എന്നുള്ളതിൻ്റെ തന്നെയാണ്. ഹെർ എന്ന് പറഞ്ഞാൽ അവളെ, അവളുടെ, രണ്ടർത്ഥമുണ്ട്.
പിന്നെ ദേ അവർ, ദം അവരെ, ദയർ അവരുടെ. ഇനി നമുക്കൊന്നും കൂടി ബ്രീഫായിട്ട് പറയാം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ വി, ഞാൻ ഞങ്ങൾ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ യു എന്ന് മാത്രം. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഹി, ഷീ, ദേ, ഇറ്റ്. ഇത്രയും ഭാഗങ്ങളാണ്. അതിൻ്റെ കുറച്ച് വകഭേദങ്ങളൊക്കെയാണ് മറ്റേ ഹിമ്മ്, ഹെർ, ദമ്മ്, അസ് എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്, മീ എന്നൊക്കെ ഉള്ളത്. ഞാൻ ഒന്നും കൂടി വ്യക്തമായിട്ട് പറഞ്ഞതാണ് ലാസ്റ്റ്. ഐ വി എന്നുള്ളതാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ ആയിട്ടുള്ളത് യു ആണ്. തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ്, ദേ. അത്രേ ഉള്ളൂ. അത് നിങ്ങൾ അതേപോലെ എഴുതിയേക്കുക. ഇവിടെ കൊടുത്തുള്ളത് പോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഇതെന്തിനാണ് പഠിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്വാൻസ്ഡ് ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. പ്രോനൗണുകൾ ഇത്രയും ടൈപ്പുകളാണ് ഉള്ളത്. ഇനി പ്രോനൗണുകളെ കേസസ് എന്നുള്ള വിശദമായിട്ടുള്ള ഒരു കാറ്റഗറൈസേഷനും കൂടെ ഉണ്ട്. ഇതൊക്കെ പഠിച്ചിരിക്കൽ നിർബന്ധമാണ് കേട്ടോ. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പലതും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. 4 തരം കേസുകളായിട്ടാണ് പ്രോനൗണുകളെ തരംതിരിച്ചിട്ടുള്ളത്. സബ്ജക്റ്റീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസ്, പൊസസീവ് കേസ്, റിഫ്ലക്സീവ് കേസ്. ഇങ്ങനെ 4 തരം കേസുകളുണ്ട്. ഇതിൻ്റെ അർത്ഥം പറയുമ്പോൾ നിങ്ങൾക്കത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. സബ്ജക്റ്റായിട്ട് വരുന്ന സമയത്ത് ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നത് ആരാണ്? ഞാൻ, നീ, അവർ, ഞങ്ങൾ, അവൻ, അവൾ എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ആദ്യം ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്ന സമയത്ത് സബ്ജക്റ്റ് ആയിരിക്കും അല്ലേ? അവൻ ചായ കുടിച്ചു. ചായ കുടിച്ചത് ആരാണ്? അവനാണ്. അപ്പോൾ അവൻ സബ്ജക്റ്റീവ് കേസാണ്. അവൾ ചായ കുടിച്ചു. സബ്ജക്റ്റ് ആരാണ് ഇവിടെ? അവളാണ്. അപ്പോൾ ഇങ്ങനെ സബ്ജക്റ്റായിട്ട് വരുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട പ്രോനൗണുകളാണ് സബ്ജക്റ്റീവ് കേസ് എന്ന് പറയുന്നത്. അതാണ് ഐ, യു, ദേ, വി, ഹി, ഷി. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, യു നീ, നിങ്ങൾ, ദേ അവർ, വി ഞങ്ങൾ, ഹി അവൻ, ഷി അവൾ. ഇതൊക്കെ അർത്ഥം എഴുതി വെക്കണം. ഈ കാറ്റഗറി ഇങ്ങനെ കളം വരച്ചാൽ പോരാ, അതിൻ്റെ അർത്ഥം കൂടെ എഴുതി വെക്കണം. ഇനി ഒബ്ജക്റ്റായിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്നുള്ളത് ഒബ്ജക്റ്റായിട്ട് വരുമ്പോൾ എന്നെ എന്നായിരിക്കും വരിക അല്ലേ? അവൻ എന്നെ തല്ലി. നീ എന്നുള്ളത് ഒബ്ജക്റ്റായി വരുമ്പോൾ ഞാൻ നിന്നെ തല്ലി. അവർ എന്നുള്ളതിനെക്കുറിച്ച് അവർ എന്നുള്ളത് ഒബ്ജക്റ്റായിട്ട് വരുമ്പോൾ ഞാൻ അവരെ തല്ലി. ഞങ്ങൾ എന്നുള്ളത് ഒബ്ജക്റ്റായി വരുമ്പോൾ അവർ ഞങ്ങളെ തല്ലി, ഞങ്ങളെ, അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ സബ്ജക്റ്റീവിൻ്റെ ഒക്കെ ഒബ്ജക്റ്റീവായി വരുന്ന സമയത്തുള്ള രൂപങ്ങളാണ് ഐ എന്നുള്ളത് മീ എന്നാകും, എന്നെ. അതുപോലെ യു എന്നുള്ളത് യു എന്ന് തന്നെയാണ്. ഒബ്ജക്റ്റീവ് ആകുമ്പോൾ അർത്ഥം മാറും, നിന്നെ, നിങ്ങളെ എന്നാവും. അപ്പോൾ ഈ രണ്ടർത്ഥങ്ങൾ അവിടെ എഴുതി വെക്കുക. അവർ എന്നുള്ളത് ഒബ്ജക്റ്റീവായി വരുമ്പോൾ ദം, അവരെ. വി ഞങ്ങൾ എന്നുള്ളത് ഒബ്ജക്റ്റായി വരുമ്പോൾ അസ്, ഞങ്ങളെ. ഹി എന്നുള്ളത് അവൻ എന്നുള്ളത് ഒബ്ജക്റ്റായി വരുമ്പോൾ ഹിം, അവനെ. ഷി എന്നുള്ളത് ഒബ്ജക്റ്റായി വരുമ്പോൾ ഹെർ, അവളെ. ഹെർക്ക് വേറെ അർത്ഥമുണ്ട്, അവളുടെ എന്നുള്ളതുണ്ട്. ഒബ്ജക്റ്റീവായി വരുമ്പോൾ ഉള്ള അർത്ഥമാണ് പറഞ്ഞത്, അവളെ. ഇനി പോസസീവായി വരുമ്പോൾ എന്താണ് പോസസീവ് എന്ന് പറഞ്ഞാൽ? ഒരാളുടെ ഉടെ എന്ന് പറയില്ലേ, അതിന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പോസസീവ് എന്നത്. ഇപ്പം ഞാൻ എന്നുള്ളത് എൻ്റെന്നാവും, നീ എന്നുള്ളത് നിൻ്റെന്നാവും, അവർ എന്നുള്ളത് അവൾ എന്നുള്ളത് അവളുടേന്നാകും, അവർ എന്നുള്ളത് അവരുടേന്നാകും. അങ്ങനെ പോസസീവായിട്ട് വരുന്ന സമയത്തുള്ള രൂപം ഉടെ എൻ്റെ എന്നുള്ള ഓഫ് എന്നുള്ള അർത്ഥം വരുന്ന സമയത്തുള്ള ഒരു രൂപത്തിനാണ് പോസസീവ് കേസസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ സബ്ജക്റ്റീവ് കേസ് പഠിച്ചു, ഒബ്ജക്റ്റീവ് കേസ് പഠിച്ചു. ഇനി പോസസീവ് കേസാണ് പഠിക്കുന്നത്. പോസസീവ് കേസിൽ എങ്ങനെയാണ് വരിക? ഐ ഞാൻ, എൻ്റെന്നാവും, എൻ്റേത് അല്ലേ? എൻ്റേത് എന്നുള്ളതിന് മൈൻ എന്നാണ് പറയുക. മൈൻ, എൻ്റേത് എന്നാണ് കേട്ടോ. അതുപോലെ യു നിൻ്റെ, നിങ്ങളുടെ, അങ്ങനെയൊക്കെ പറയാൻ യുവേഴ്സ്, നിൻ്റേത്, നിങ്ങളുടേത് എന്ന് പറയും. ദേ അവർ, അവരുടേത് എന്ന് പറയാൻ പൊസസീവ് ആകുമ്പോൾ ദയേഴ്സ്. വി ഞങ്ങൾ, ഞങ്ങളുടേത് എന്ന് പറയാൻ അവേഴ്സ്. ഹി അവൻ, അവൻ്റേത് എന്ന് പറയാൻ ഹിസ്. ഇനി സബ്ജക്റ്റീവ് കേസിൽ ഷീയുടെ പൊസസീവ് ഇങ്ങനെയൊക്കെ ഹേഴ്സ്, അവളുടേത്. അപ്പോൾ എൻ്റേത് എന്ന് പറയാൻ വേണ്ടിയിട്ട് വരുന്ന അർത്ഥം വരുന്നതിനാണ് പൊസസീവ് കേസ് എന്ന് പറയുക. മൈൻ, യുവേഴ്സ്, ദയേഴ്സ്, അവേഴ്സ്, ഹിസ്, ഹേഴ്സ്. ഇനി റിഫ്ലക്സീവ് ആണ്. റിഫ്ലക്സീവ് എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എന്ന് പറയാൻ.
സ്വന്തമായിട്ട് ഞാൻ തന്നെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഞാൻ എന്നുള്ളതിന് മൈ സെൽഫ്, ഞാൻ തന്നെ. യുവർ സെൽഫ്, യുവർ സെൽഫ്സ്, നിങ്ങൾ തന്നെ, നീ തന്നെ എന്നൊക്കെ പറയും. 2 എണ്ണം വരും. ഒരാളോടാണെങ്കിൽ യുവർ സെൽഫ് എന്നാവും, ഒരുപാട് ആളുകളാണെങ്കിൽ യുവർ സെൽഫ്സ്, നിങ്ങളുടേത്. ഇനി അവർ, അവരുടേത് തന്നെ എന്നുള്ളതിന് ദംസെൽഫ്, ദംസെൽവ്സ് രണ്ടും പറയും. ഞങ്ങൾ വി എന്നുള്ളതിൻ്റെ റിഫ്ലക്സീവ് എന്താണ്? അവർ സെൽവ്സ്, ഞങ്ങളുടേത് തന്നെ, ഞങ്ങൾ തന്നെ എന്നൊക്കെ പറയും, ഞങ്ങൾ തന്നെ. അതുപോലെ അവൻ തന്നെ എന്ന് പറയാൻ ഹിംസെൽഫ്, അവൾ തന്നെ എന്ന് പറയാൻ ഹെർ സെൽഫ്. റിഫ്ലക്സീവ്, അതുപോലെ പോസസീവ്, ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ്, ഇങ്ങനെ പ്രോനൗണുകളുടെ കാറ്റഗറൈസേഷനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ പ്രോനൗൺ ഇത് മാത്രമാണ് എന്ന് ഒരിക്കലും വിചാരിക്കരുത്. പ്രോനൗണുകൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അഡ്വാൻസ്ഡ് സെഷനിൽ പഠിക്കാനുണ്ട്. ഇത്രയും ഭാഗങ്ങൾ ഇന്നത്തെ ചാപ്റ്ററിൽ പഠിക്കുക, അത് എഴുതി വെക്കുക, കാണാതെ ഇതിൻ്റെ അർത്ഥം പഠിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കാനുണ്ട്. കുറഞ്ഞ ക്ലാസ്സുകൾ, വെറും 4 സ്ലൈഡുകൾ മാത്രമാണ് ഇന്ന് ക്ലാസ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്